നമസ്കാരം. അമ്മ മലയാളത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. 10ാം ക്ലാസ്സിന്റെ അടിസ്ഥാന പാഠാവലി, അതില് അമ്മത്തൊട്ടിൽ എന്ന് പറയുന്ന കവിതയാണ് നമ്മൾ തുടങ്ങി വെച്ചത്. റഫീഖ് അഹമ്മദിന്റെ അമ്മത്തൊട്ടിൽ എന്ന വളരെ ഹൃദയസ്പർശിയായ കവിത ചൊല്ലി ഇനി അതിന്റെ ആശയം പറയണം. കവിത ചൊല്ലിയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് നിർത്തിവെച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് അമ്മത്തൊട്ടിൽ എന്ന് പറഞ്ഞു, അതിന്റെ ആ ഒരു ആശയം എങ്ങനെയാണ് ഉണ്ടായത് എന്ന് പറഞ്ഞു. കുട്ടികളെ കിടത്താനുള്ളതാണ്, അല്ലെങ്കിൽ കുട്ടികളെ ഉപേക്ഷിക്കുന്നവർക്ക് അതില് കിടത്താനുള്ളതാണ് എന്നുള്ളത് പറഞ്ഞു. ഇവിടെ അമ്മത്തൊട്ടിൽ എന്ന് പറയുന്നത്, ഇവിടെ ഉപേക്ഷിക്കപ്പെടാൻ ആരാണ് ഉപേക്ഷിക്കപ്പെടുന്നത്? അമ്മ തന്നെയാണ്. അമ്മയെ ഉപേക്ഷിക്കാനാണ് നോക്കുന്നത്. പലപ്പോഴും തങ്ങളെ നോക്കി വളർത്തി വലുതാക്കി ജീവിതത്തിന്റെ എല്ലാം ചോരയും നീരും വറ്റി തുടങ്ങുന്ന സമയത്ത് വരെ മക്കൾക്ക് വേണ്ടി ജീവിച്ചിട്ട് വാർദ്ധക്യത്തിൽ അവരാൽ തന്നെ തഴയപ്പെടുന്ന ഒരവസ്ഥ. പല സിനിമകളും അത്തരത്തിലുള്ള വിഷയത്തിന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കുറെ വർഷം മുമ്പ് ഒരു സിനിമ ഉണ്ടായിരുന്നു, തിങ്കളാഴ്ച നല്ല ദിവസം എന്ന് പറഞ്ഞും കൊണ്ട് അമ്മയെ കൊണ്ടുപോയി വൃദ്ധസദനത്തിൽ ആക്കുന്ന ഒരു കഥ. മക്കളൊക്കെ ജോലിക്കാരാവുകയും അവർക്ക് ആർക്കും നോക്കാൻ സമയമോ അല്ലെങ്കിൽ താല്പര്യമോ ഇല്ലാത്ത ഒരവസ്ഥ. പിന്നെ അതുപോലെ ഒരെണ്ണുണ്ടല്ലോ, ഒരുപാട് അമ്മമാര് താമസിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള അമ്മക്കിളിക്കൂട്, അങ്ങനെ ഒരു സിനിമ. അങ്ങനെ പല സിനിമകളും ഉണ്ട്. അതിലൊക്കെ പലപ്പോഴും ഈ ഉപേക്ഷിക്കപ്പെടുന്ന ആ ഒരു വാർദ്ധക്യം, അതിലുണ്ടാകുന്ന ഒറ്റപ്പെടല്, ഇതൊക്കെയാണ് വിഷയമായിട്ടുള്ളത്. അപ്പൊ ഇവിടെ എന്താണ് പറയണേന്ന് നോക്കാം. പിൻസീറ്റിലെത്രയ്ക്കു നേരെ ഇരുത്തിയിട്ടും ഓരം, അവിടെ പദം മുറിച്ചാണ് വായിക്കേണ്ടത് കേട്ടോ. ഇരുത്തിയിട്ടും ഓരം ചെരിഞ്ഞ് എഴുതിയേക്കുന്നത്, നേരെ ഇരുത്തിയിട്ടും ഓരം ചെരിഞ്ഞ് മടങ്ങിയിരുന്നമ്മ. ഓരം ചെരിയാൻ ചെന്താ ഒരു വശം അങ്ങനെ ചെരിഞ്ഞിട്ട് പിന്നിലെ സീറ്റിലാണ്. അപ്പൊ ഒരു പക്ഷെ അതൊരു കാറിലായിരിക്കാം സഞ്ചരിക്കുന്നത്. പിൻസീറ്റിലാണ് അമ്മയെ ഇരുത്തിയിരിക്കുന്നത്. നേരെയൊക്കെ ഇരുത്തി നോക്കിയപ്പോ വളരെ ക്ഷീണിതയായ ഒരു കഥാപാത്രമായിട്ടാണ് അവിടെ അമ്മയെ അവതരിപ്പിക്കുന്നത്. അപ്പൊ അമ്മ ഇങ്ങനെ ചെരിഞ്ഞ് ഒതുങ്ങിക്കൂടി ഇരിക്കണം. ഓരം ചെരിഞ്ഞ് മടങ്ങിയിരുന്നമ്മ. മടങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ശരീരം തന്നെ ക്ഷീണിച്ച് മെലിഞ്ഞ ഒരു പ്രകൃതമായിരിക്കാം, വളരെ തടിച്ച് കൊഴുത്ത ആ ഒരു പ്രകൃതമൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒതുങ്ങിക്കൂടി കൂനിക്കൂടി ഒരു സൈഡ് ചെരിഞ്ഞ് ഇങ്ങനെ കാറിന്റെ സീറ്റില് പിന്നില് ഇരിക്കുകയാണ് ആര്? അമ്മ. പിൻസീറ്റിൽ എത്രയ്ക്കു നേരെ ഇരുത്തിയിട്ടും ഓരം ചെരിഞ്ഞ് മടങ്ങിയിരുന്നമ്മ. നീരറ്റ് വറ്റി വരണ്ട കൈച്ചുള്ളികൾ നീരാതെ മാറോടു ചേർത്തു വെച്ചിട്ടുണ്ട്. കൈകള് മാറത്ത് ചേർത്ത് വെച്ചിട്ടുണ്ട്. നീ വെറുതെ കൈകൾ എന്നല്ല പറയാ, കൈകളുടെ കാര്യം ഇവിടെ പ്രത്യേകം എടുത്തു പറയേണ്ടത്. എന്താണ്? നീരറ്റ് വറ്റി വരണ്ട കൈ ചുള്ളികൾ.
ചുള്ളികൾ, ചുള്ളിക്കമ്പ് എന്ന് പറയില്ലേ നമ്മള്. എന്താ ചുള്ളിക്കമ്പ്? കനം കുറഞ്ഞിങ്ങനെ പിടിച്ചൊടിച്ചോടിയണ വിറകിനെയാണ് നമ്മൾ ചുള്ളി എന്ന് പറയുക അല്ലെ. ഏറ്റവും കനം കുറഞ്ഞ ദുർബലമായ മരത്തിന്റെ കഷ്ണങ്ങൾ, ചെറിയ ചെറിയ കൊമ്പുകളെയാണ് ഒട്ടും ബലമില്ലാത്ത, ശക്തിയില്ലാത്ത ആ ഒരു അവസ്ഥ, അതാണ് ചുള്ളി എന്ന് പറയുന്നത്. ചുള്ളല് എന്നൊക്കെ പറയില്ലേ, ചുള്ളല് വെറുക്കാന്നൊക്കെ പറയും വിറകിനൊക്കെ. അപ്പൊ എന്താ പറയണത്? നീരറ്റ്, നീര് വറ്റുക എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ചോരയും നീരും എന്നുള്ള ഒരു പ്രയോഗം ഉണ്ട് അല്ലെ. ചോരയും നീരുമുള്ള പ്രായം, യൗവനത്തിലൊക്കെ നമ്മൾ അങ്ങനെയാണ് പറയാ. ഇവിടെ നീര് എന്ന് വെച്ചാൽ എന്താ? ആരോഗ്യം തന്നെ. നീരറ്റ് വറ്റി വരണ്ട. പ്രായമാവുമ്പോ കൈയൊക്കെ ശോഷിച്ച് അതിന്റെ ആ ഒരു തുടുപ്പും കൊഴുപ്പൊക്കെ നഷ്ടപ്പെടും, തൊലിയൊക്കെ ചുക്കി ചുളിയും അല്ലേ. തുടുത്ത് ആ ഒരു കൊഴുത്ത ആ ഒരു അവസ്ഥയൊക്കെ മാറി കൈയൊക്കെ ഇങ്ങനെ ആകെ ചുളിഞ്ഞ് ക്ഷീണിച്ച് മെലിഞ്ഞ് പ്രായമാകുമ്പോ എല്ലാവരുടെയും ഓരോരുത്തരുടെ ശരീരപ്രകൃതന്റെ എങ്കിലും പൊതുവെ ആ ഒരു പ്രായത്തിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് വരും. അപ്പൊ എന്താ? അങ്ങനെ ഇവിടെ അമ്മയുടെ കൈയിനെ പ്രത്യേകം പറയാം. നീരറ്റുവറ്റി വരണ്ട കൈച്ചുള്ളികൾ നീരാതെ മാറോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ സൈഡ് ചെരിഞ്ഞ് ഇരിക്കുകയാണ് കാറിന്റെ പിൻസീറ്റില് അമ്മ. എങ്ങോട്ടു പോകുന്നുവെന്ന് ചോദിച്ചില്ല. എന്തിനെന്നും. ആരാ കൊണ്ടുപോകുന്നത് അമ്മയെ? മകനാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ സംശയമില്ല, മകനോടുള്ള സ്നേഹവും വാത്സല്യവും ഏത് നരകത്തിലേക്ക് വിളിച്ചാലും പോവാൻ റെഡിയാണ്. ഒരു പ്രായത്തില് മക്കൾ അങ്ങനെയല്ലേ. ചെറുപ്പത്തില് അല്ലെങ്കിൽ തീരെ ചെറിയ കുട്ടികളായിരിക്കുമ്പോ അമ്മമാരെ എടുത്തു എവിടേക്ക് പോയാലും അവർക്ക് അറിയേണ്ട കാര്യമില്ല. കാരണം അവരുടെ ആ ഒരു ചിന്ത എന്താ? ഞാൻ എൻ്റെ അമ്മയുടെ കൈകളിലാണ്, എൻ്റെ അമ്മയുടെ ഒക്കത്താണ് ഇരിക്കുന്നത്, അമ്മയുടെ മാറത്തും തോളത്തും പറ്റിപ്പിടിച്ചാണ് ഞാനിരിക്കുന്നത്. അമ്മ എവിടെ പോകുന്നു അവിടം കുട്ടിക്ക് സുരക്ഷിതം. അങ്ങോട്ട് പോണോ എന്ന് ഒരിക്കലും ഒരു കുട്ടികളും ചോദിക്കില്ല. പക്ഷെ വലുതായി തുടങ്ങുമ്പോൾ നമുക്ക് അമ്മ അങ്ങോട്ട് വിളിക്കണ്ട, അയ്യോ ഞാനൊന്നും പോണില്ല എന്ന് വലുതായി തുടങ്ങുമ്പോൾ നമ്മൾ പലപ്പോഴും പല അവസരങ്ങളിലും പറയാൻ തുടങ്ങും അല്ലെ. ആ ഒരു ശൈശവത്തിന്റെ ബാല്യത്തിന്റെയോ ഒരവസ്ഥയാണ് 8ാം ക്ലാസ്സിലെ പുതുവർഷം എന്നുള്ള കവിതയില് അമ്മ പറഞ്ഞതിനപ്പുറം മറ്റൊന്നുമില്ലാതിരുന്നൊരാ പോയ കാലം എന്ന് പറയുന്നുണ്ട്. അത് ബാല്യത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ടാണ് പറയണത്. അതുപോലെ തന്നെയാണ് പ്രായമാകുമ്പോഴുള്ള ആ ഒരു അവസ്ഥ. 6ഉം 60ഉം ഒരുപോലെ, 7ഉം 70ഉം ഒരുപോലെ എന്നൊക്കെയാണ് പറയുക. അതുപോലെ ഇവിടെ ആ ഒരു മകനിലുള്ള ഒരമ്മ വിളിക്കുമ്പോ കുട്ടിക്കുള്ള അനുസരണ പോലെ മകൻ പറഞ്ഞപ്പോ ഒരു വിശ്വാസക്കേടും ഇല്ലാണ്ട് എങ്ങടാ പോണേന്നോ ഒന്നും ചോദിക്കണില്ല, വിളിച്ചു റെഡിയായി. എന്തിനെന്നും എന്തിനാ പോണേന്നും ചോദിക്കുന്നില്ല. പക്ഷേ കണ്ണുകൾ മങ്ങിപ്പഴകിയ പിഞ്ഞാണവർണ്ണമായി, പാടയും പീളയും മൂടിയ കണ്ണുകൾ ഏറെ പണിപെട്ടടച്ചു തുറന്നവർ. കണ്ണുകളെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്ന എന്താണ്? മങ്ങിപ്പഴകിയ പിഞ്ഞാണവർണ്ണമായി. പിഞ്ഞാണം എന്ന് പറഞ്ഞാൽ എന്താണ്? പണ്ടൊക്കെ ഈ കവടി പ്ലേറ്റ് എന്നൊക്കെ പറയും, ഭക്ഷണം കഴിക്കാനായിട്ട് വെള്ള പ്ലേറ്റുകൾ, അതിന്റെ സൈഡിൽ ഇങ്ങനെ ഒരു നീല ഡിസൈൻ ഒക്കെ ഉണ്ടാവും. ഇന്നത്തെ നമ്മള് പൊട്ടുന്ന തരത്തിലുള്ള വെള്ള പ്ലേറ്റുകളൊക്കെ ഉണ്ടല്ലോ, അതിന്റെ തന്നെ കുറച്ചും കൂടെ കനം കുറഞ്ഞ ടൈപ്പ് ഉണ്ട്. അതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് അത് ആദ്യമൊക്കെ നല്ല വെളുത്തിരിക്കും, പിന്നെ അത് കുറെ കഴിയുമ്പോ
അതിനെ കഴുകി പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോ ഒക്കെ ഉപയോഗിച്ച് കറയൊക്കെ പിടിച്ച് അതിനൊരു മങ്ങിച്ച വരും. അതിന്റെ ഭയങ്കര വെള്ളം നിറം മാറി ഒരു മങ്ങല് അതിനാ ഒരു മഞ്ഞ ഒരു ഷെയ്ഡ് അതിന് വരും. അതിന്റെ തിളക്കൊക്കെ നഷ്ടപ്പെടും, ഒരു മഞ്ഞ നിറമൊക്കെ അതിന് ബാധിക്കും. ഉപയോഗം കൊണ്ടാണ്, നിത്യമായ ഉപയോഗം കൊണ്ട് അത് കുറെ കഴിയുമ്പോൾ അതിന്റെ തിളക്കവും ഭംഗിയും ഒക്കെ നഷ്ടപ്പെടും. അതുപോലെയാണ് ഇപ്പൊ ഇവിടെ പറയണത്. അമ്മ കാറിന്റെ പിൻസീറ്റിൽ ഇരുന്നു. കണ്ണുകൾ എങ്ങനെയാണ് ഒന്നും ചോദിക്കണില്ല, പറയണില്ല. പക്ഷെ അവരുടെ കണ്ണുകളെ കുറിച്ചാ പറയണത്. മങ്ങിപ്പഴകിയ പിഞ്ഞാണവർണ്ണമായി. നമ്മൾ പറയില്ലേ തിളക്കമുള്ള കണ്ണുകൾ, നക്ഷത്രം പോലെ ജ്വലിക്കുന്ന കണ്ണുകൾ എന്നൊക്കെ പറയും. അതെപ്പോഴാണ്? കുട്ടികളുടെ അല്ലെങ്കിൽ നല്ല ആരോഗ്യ ദൃഢഗാത്രരായിട്ടുള്ള മനുഷ്യന്റെ ഒക്കെ കണ്ണുകൾക്കാണ് ആ തേജസ്സൊക്കെ കാണുക. ഇവിടെ അങ്ങനെയല്ല. എങ്ങനെയാണ് അതായത് നിത്യമായ ഉപയോഗത്തിലൂടെ. എങ്ങനെ ഉപയോഗം വന്നത്? ജീവിതം മുഴുവൻ തന്റെ മകനെ വളർത്തി വലുതാക്കാനായി അധ്വാനിച്ച് തന്റെ മകനെ നോക്കി വളർത്തി ആ ഒരു നിരന്തരമായ തന്റെ പ്രവൃത്തികളിലൂടെ അവരുടെ ആരോഗ്യമൊക്കെ ക്ഷയിച്ചു അമ്മയുടെ. അങ്ങനെയാണ് ഒരു പക്ഷേ ആ കണ്ണുകൾക്കും ആരോഗ്യം നഷ്ടപ്പെട്ടിട്ടുണ്ടാവുക. മങ്ങിപ്പഴകിയ പിഞ്ഞാണവർണ്ണമായി പാടയും പീളയും. ആരോഗ്യമൊക്കെ നശിക്കുമ്പോ വയസ്സൊക്കെ ആവുമ്പോ കണ്ണുകൾക്കൊക്കെ അതിന്റെ മാറ്റം വരും. ഒരു എന്താ പറയാ, കണ്ണൊക്കെ എപ്പോഴും ഇങ്ങനെ ഒരു മൂടല് പോലെയും അല്ലെ, പീളയൊക്കെ കെട്ടി അങ്ങനെയൊക്കെ ആ ഒരു ആരോഗ്യം ക്ഷയിച്ചു എന്നുള്ളതിന്റെ സൂചന തന്നെയാണത്. ഏറെ പണി പെട്ടടച്ചു തുറന്നവർ. കണ്ണുകളൊക്കെ തുറന്നു നോക്കുന്നുണ്ട്, പക്ഷെ തീരെ വയ്യ. കൂടി ഇങ്ങനെ കാറിന്റെ പിൻസീറ്റില് ഇരിക്കുകയാണ്. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി ഇപ്പോൾ വിജനമായി തെരുവീഥികൾ, ആകാശഗോപുരങ്ങൾക്കു താഴത്തവ നാളേക്കു വേണ്ടി ഉറങ്ങാൻ ശ്രമിക്കുന്നു. രാത്രിയാണ് എന്നുള്ളതിന്റെ സൂചന. ഇപ്പോൾ വിജനമായി തെരുവീഥികൾ, വഴികളൊക്കെ എന്തായി? ആൾക്കാരൊക്കെ ഒഴിഞ്ഞു തുടങ്ങി. പ്രഭാതാണെങ്കിൽ എന്താണ്? തിരക്ക് കൂടിയാണ് വരിക അല്ലെ. ആകാശ ഗോപുരങ്ങൾക്കു താഴത്തവ, എല്ലാ തെരുവുകളും കെട്ടിടങ്ങളും എല്ലാം ആളൊഴിഞ്ഞ് നിശബ്ദമായി തുടങ്ങി. എന്തിന്റെ താഴെ? ആകാശഗോപുരത്തെ, ആകാശമാകുന്ന മേൽക്കൂരയ്ക്ക് താഴെ എല്ലാവരും വിശ്രമിക്കുകയാണ്. എല്ലാവരും, നമ്മൾ വീടിന്റെ ഉള്ളിൽ ആൾക്കാർ കിടക്കുന്ന പോലെ ആകാശഗോപുരത്തിന്റെ താഴത്ത് എല്ലാവരും വിശ്രമിക്കുന്നു. രാത്രിയായി. എന്തിനെ? നാളേക്കു വേണ്ടി ഉറങ്ങാൻ, നാളെ ഉണരാൻ വേണ്ടിയിട്ട് ഇന്നുറങ്ങുന്നു. വീണ്ടും അടുത്ത ഒരു പ്രഭാതത്തിൽ ഉണർന്ന് തങ്ങളുടെ പ്രവൃത്തികളിൽ ഏർപ്പെടാനുള്ള ഊർജ്ജസ്വലത കിട്ടാൻ വേണ്ടി ഇന്നെല്ലാവരും ഉറങ്ങാനായിട്ട് തുടങ്ങും. അങ്ങനെയാണല്ലോ അല്ലെ? സന്ധ്യ രാവിലെ അങ്ങനെ തന്നെയല്ലേ? നമ്മൾ ആദ്യം ഇപ്പൊ ഒരു 5 മണി 6 മണി നേരത്തൊക്കെ പ്രഭാതം, ആ ഒരു സമയത്ത് തിരക്കുള്ള ടൗണിലോ ഒക്കെ ചെല്ലുമ്പോ അവിടെ നിശബ്ദാണ്, കടകളൊന്നും തുറന്നിട്ടില്ല. കുറച്ച് ഒരു 7 മണിയൊക്കെ 7:30 ആകുമ്പോൾ ഏതെങ്കിലും കൊച്ചു കടകൾ തുറക്കും. അങ്ങനെ ഓരോരോ കടകൾ തുറന്നു, വണ്ടികൾ ഓരോന്നായിട്ട് വന്നു തുടങ്ങും. ഒരു 9, 10 മണിയാകുമ്പോൾ എന്താണ്? ആകത്തേക്ക് കടകളൊക്കെ തുറന്നു, ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നു, വണ്ടികള് വാഹനം ബഹളമായി അല്ലേ. വീണ്ടും അതിന്റെ ഒരു ഇതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആവുമ്പോ പതുക്കെ ഇതുപോലെ ആൾക്കാർ ഒഴിയാനായിട്ട് തുടങ്ങും. അതൊരു നിരന്തരമായ ഒരു പ്രവൃത്തിയാണ്. അതുപോലെ അപ്പൊ ഇവിടെ നാളേക്കു വേണ്ടി ഉറങ്ങാൻ ശ്രമിക്കുന്നു. ഇനിയോ ഈ പെരുമാളിന്റെ ആ ബ്രാക്കറ്റിലിട്ടുണ്ട്. അതെന്താ അങ്ങനെ കാണിക്കാൻ കാരണം? പെരുമാള്
വലിയ വലിയ മാളുകള്, ലുലു മാൾ എന്നൊക്കെ പറയാനില്ലേ അല്ലേ, എല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി കഴിഞ്ഞാല് ഒരു പ്രയോഗം പറയില്ല, അച്ഛനും അമ്മയും അല്ലാത്തതൊക്കെ കിട്ടുമെന്ന് പറയും. അതുപോലെയാണ് തുണിക്കടകള്, ചെരുപ്പ് വേണോ, ബാഗ് വേണോ, ഭക്ഷണം വേണോ, സിനിമ കാണണോ അല്ലേ, ഇപ്പം ശോഭാ മാൾ എന്ന് പറയും ഇല്ലേ, തിയേറ്റർ, പിന്നെ അത്യാവശ്യം കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങള്, എന്തെല്ലാം വേണോ ഇല്ലാത്ത സൂപ്പർ മാർക്കറ്റുകള് എല്ലാം ഉണ്ട്. അപ്പോ പെരുമാള് വലിയ കെട്ടിടങ്ങൾ എല്ലാം അടങ്ങുന്ന ആകർഷണ കേന്ദ്രങ്ങളാണ് അതൊക്കെ അല്ലേ. അപ്പൊ ഈ പെരുമാളിന്റെ എന്നിട്ട് അവിടെ ഈ പെരുമാൾ ഇന്ന് അതാണ് ക്ഷേത്രങ്ങളെക്കാൾ ദൈവത്തിനേക്കാൾ ആൾക്കാർക്ക് ആകർഷണമായിട്ടുള്ളതും ചെല്ലാൻ ഇഷ്ടമുള്ള സ്ഥലം. അതുകൊണ്ടായിരിക്കാം പെരുമാൾ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ എന്നാണ് അർത്ഥം. പെരുമാൾ എന്ന് പറഞ്ഞാൽ എന്താണ്, വലിയ പെരും എന്ന് വെച്ചാൽ വലുത് എന്നുള്ള, ഉയർന്ന എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. പെരുമാൾ എന്ന് വെച്ചാൽ ദൈവം ഏറ്റവും വലിയ ആളായിട്ടാണല്ലേ നമ്മൾ പറയണേ. പക്ഷെ ഇന്നിപ്പോ ദൈവത്തിന്റെ പോലെയുള്ളത് ഏതാണ്, പെരും മാള്. രണ്ടും വ്യത്യാസം ഉണ്ട് കേട്ടോ, പെരും മാളും പെരുമാളും. ഈ പെരുമാളിന്റെ തൊട്ടടുത്തായിട്ടിറക്കിയാലെന്നോർത്തു. അതിന്റെ അടുത്ത്, ആ കെട്ടിടത്തിന്റെ അടുത്ത് അവിടെ എവിടെയെങ്കിലും, ഇത്രയും വലിയ മാളാണ്, അതിന്റെ അവിടെ എവിടെയെങ്കിലും അമ്മയെ അങ്ങോട്ട് ഇറക്കി വിട്ടാലോ എന്നൊരു ചിന്ത വന്നു. എന്നാലോചിച്ച് നോക്കൂ, വല്ല ആ ഒരു മാനസികാവസ്ഥ അല്ലേ. തന്നെ പ്രസവിച്ച് വളർത്തി വലുതാക്കിയ അമ്മയാണ് കാറിലിരിക്കുന്നത്. ആ അമ്മയെയാണ് പട്ടിയോ പൂച്ചയോ അല്ലെങ്കിൽ എന്തെങ്കിലും വേസ്റ്റ് കളയുന്നത് പോലെ അവിടെ അങ്ങോട്ട് എടുത്ത് കളഞ്ഞാലോ എന്ന് മകൻ ചിന്തിക്കുന്നത്. ഇനിയോ, പെറ്റുകിടക്കും തെരുവു പട്ടിക്കെന്തൊരുറ്റം, ഉരച്ചത് ചാടിക്കുതിക്കുന്നു. എന്താ പറയണത്, പെറ്റുകിടക്കും തെരുവു പട്ടി, വഴിയിലൊക്കെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒരു പട്ടി, അത് പ്രസവിച്ചു കിടക്കുകയാണ്. അപ്പൊ കൊച്ചു കുട്ടികളുണ്ട്, അതെന്ത് ചെയ്യാണ്, പാലൊക്കെ കുടിച്ച അമ്മയുടെ മേലെ 5-6 ഉണ്ടാവൂലേ, ചിലപ്പോ 4-5 ഉണ്ടാവും കുട്ടികള്. അപ്പൊ ആൾക്കാർ അതിലെ അതിന്റെ അടുത്തേക്ക് കൂടെ നടന്നു പോകുമ്പോ അതിന്റെ വിചാരം എന്താ, അതിന്റെ കുട്ടികളെ ഉപദ്രവിക്കാനാണോ എന്ന് അത് ചിന്തിക്കുകയാണ്. അപ്പോ ആൾക്കാരെ അടുത്തേക്ക് വരുമ്പോ അത് കുറച്ച് ചാടാണ്. ആ അമ്മയുടെ ആ ഒരു സംരക്ഷണം, മാതൃത്വമാണ് അവിടെ കാണിക്കുന്നത് കേട്ടോ. തന്റെ കുട്ടിക്ക് വേണ്ടി എല്ലാത്തിനെയും അപകടങ്ങളെയൊക്കെ തരണം ചെയ്യാനായിട്ടുള്ള, തനിക്ക് വല്ലതും വന്നാലും വേണ്ടില്ല കുട്ടിക്ക് വരരുതേ എന്ന് ചിന്തിക്കുന്ന അത്രയും ശ്രദ്ധയുള്ള, വാത്സല്യം നിറഞ്ഞ മാതൃത്വത്തിന്റെ ആ ഒരു ഭാവമാണ് അവിടെ കൊണ്ടുവരുന്നത്. പെറ്റുകിടക്കും തെരുവു പട്ടിക്കെന്തൊരുറ്റം, ഉരച്ചത് ചാടിക്കുതിക്കുന്ന ആൾക്കാരെ ഓടിക്കുക അടുത്തുന്നേ. അപ്പൊ എന്താണ്, അപ്പൊ അത്തരത്തിലുള്ള ഭാവങ്ങൾ, അപ്പൊ അതവിടെ യോജിപ്പിക്കുകയാണ്. ഇതുപോലെ തന്നെ കരുതലോടുകൂടി സ്നേഹിച്ച് വളർത്തിയ അമ്മയെയാണ് താൻ കൊണ്ടുകളയുന്നത്. അമ്മയോ തിരിച്ചെങ്ങനെയാണ് ചെയ്തിരുന്നത്, കുട്ടിയെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ചിറകിന്റെ അടിയിൽ ഒതുക്കുക എന്ന് പറഞ്ഞ പോലെ ചേർത്ത് പിടിച്ച് ഒന്നിനും ഒരു ഉറുമ്പ് കടിക്കാണത് വരെ സഹിക്കാൻ പറ്റാണ്ട് വളർത്തി വലുതാക്കിയതാണ് അല്ലേ. അപ്പോ ആ ഒരു വ്യത്യാസം അവിടെ. ഇനി ജില്ലാശുപത്രിക്കരികിൽ ഒരേയൊരു രാക്കട മാത്രം മുറക്കച്ചടവുമായി. അങ്ങനെ അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങണം, അവിടെ കളയാൻ സാധിച്ചില്ല. ഒരു പക്ഷേ അതിനെ കണ്ടപ്പോ ഒരു മനസ്സിനൊരു ഇളക്കം,
ശരി കുറച്ചും കൂടെ മുന്നോട്ട് പോവാം എന്ന് പറഞ്ഞ് വണ്ടി മുന്നോട്ടെടുത്തു. എവിടെ എത്തി? ജില്ലാ ആശുപത്രി. അവിടെ രാത്രിയാണ്, കടകളൊക്കെ അടച്ചു. ഒരേ ഒരു ചില കടകൾ രാത്രിയൊക്കെ തുറന്നു വെക്കൂലേ, കൊച്ചു കൊച്ചു കടകളൊക്കെ, അത്യാവശ്യം ചായയും എന്തെങ്കിലുമൊക്കെ സിഗരറ്റൊക്കെ ഒക്കെ കൊടുക്കുന്ന കൊച്ചു കടകളുണ്ട്. പെട്ടിക്കട എന്നൊക്കെ നമ്മൾ പറയില്ലേ, ചെറുത്. അങ്ങനെയുള്ളൊരു ചെറിയ ഒരു കട അത് തുറന്നു വെച്ചിട്ട് ഉറക്കച്ചടവുമായി, അങ്ങനെ ഉറക്കച്ചടവ് അതാണ് അല്ലെ, നമ്മളിങ്ങനെ തൂങ്ങി പിടിച്ചിരിക്കുക. ഉറക്കം തൂങ്ങിയിരിക്കില്ല. ഉറക്കച്ചടവ് എന്ന് പറഞ്ഞാൽ എന്താ? ചിലപ്പോ ഇങ്ങനെ നമുക്കിങ്ങനെ ഉറക്കം വരും അല്ലേ. അപ്പൊ ഇവിടെ ഉറക്കച്ചടവുമായിട്ട് ആ കട ഇരിക്കണേന്ന് പറഞ്ഞാൽ എന്താ? സജീവമല്ല കച്ചവടം. ഒരുപാട് ആൾക്കാരൊന്നുമില്ല. അത്യാവശ്യം എന്തെങ്കിലും ഒരു ഇതിന് വന്ന് ആശുപത്രിയിലേക്ക് വന്ന് ആരെങ്കിലും എന്തെങ്കിലും ഒരു സാധനം വാങ്ങാനോ അങ്ങനെ എന്തെങ്കിലും വന്നു എന്നല്ലാതെ ഒരു പകലത്തെ ഒരു ആരവൊന്നും അവിടെ ഇല്ല. 2-3 ആളുകളുണ്ടെങ്കിലും പിന്നിലുണ്ട് ഒഴിവ് കനത്ത ഒരു ഇരുളിടം. 1-2-3 പേരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്, ചായ കുടിക്കാനോ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ പറയാണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ആ കടയുടെ പിൻവശത്തായിട്ട് ഇരുട്ട് പിടിച്ചിട്ട് പെട്ടെന്നൊന്നും ആരും കാണാത്ത പോലെ ഒരു ഇരുട്ട് നിറഞ്ഞ ഒരു സ്ഥലം അവിടെയുണ്ട്. ആണ് ഇരുളിടം, ഒരു ഇരുട്ട് പിടിച്ച ഒരു സ്ഥലം. അവിടെ എങ്ങനെ ഇറക്കി വിട്ടാലോ ആരും കാണില്ലല്ലോ, അതാണ് വിചാരിക്കുന്നത്. പക്ഷേ പടികളിലെന്തോ തടഞ്ഞുപോയി. പണ്ട് പനിച്ചതും അമ്മയെടുത്തുകൊണ്ടപ്പടിയോരോന്നു കേറിക്കിതച്ചതും അന്നത്തെ സൂചിപ്രയോഗത്തിന്നിറ്റൽ പോലൊന്ന് മനസ്സിലൂടപ്പോൾ കടന്നുപോയി. ഇഞ്ചക്ഷൻ ചെയ്യാം, സൂചിപ്രയോഗം. സൂചി കൊണ്ട് കുത്തുകിട്ടിയവർ തന്നെയാവൂലേ എല്ലാവരും. പല പ്രായത്തിലൊക്കെ നമുക്ക് ഈ സ്കൂളിൽ തന്നെ ഉണ്ട് ഇതൊക്കെ TT ഒക്കെ എടുക്കാൻ വരും ഇല്ലേ, 10ാം ക്ലാസ്സുകാർക്കൊക്കെ വരാറുള്ളതാണ്. അപ്പം എന്താണ്, അവിടെ ഉപേക്ഷിക്കാം എന്നൊന്ന് വിചാരിച്ചിരിക്കുകയാണ്. എവിടെ? ജില്ലാശുപത്രിയുടെ അവിടെ കടയുടെയൊക്കെ പിൻവശത്തായിട്ട് ഇരുട്ട് പിടിച്ച ഒരു സ്ഥലം ഉണ്ട്, അവിടെ ഇറക്കി വിടാന്ന്. അപ്പോഴാണ് മനസ്സിലേക്ക് ഇങ്ങനെ ഒരു ചിന്ത കടന്നു വന്നത്, ഒരു ഓർമ്മകള്. എന്താ കടന്നു വന്നേ നോക്കൂ. പണ്ട് പനിച്ചതും, കുട്ടിയായിരുന്നപ്പോ പനി പിടിച്ചു, അമ്മ പനി പിടിച്ച മകനെ അമ്മ നടത്തിയൊന്നുമില്ല, എടുത്തു. നമ്മൾ പറയില്ലേ, കുട്ടികളെ കുറച്ച് വലുതായിട്ട് എടുക്കുമ്പോ കാല് നിലത്ത് മുട്ടും എന്നൊക്കെ പറയും. കുട്ടികൾ വലുതായാലേ 5-8 വയസ്സൊക്കെ ആയോ നല്ലോണം വലുതാവുമ്പോ നമുക്ക് എടുക്കുമ്പോ അവരുടെ കാല് ഇങ്ങനെ നീണ്ടു കിടക്കും. അതുപോലെ പറയും. അപ്പൊ വയ്യാത്ത മകനെ ഇവിടെ അമ്മ നടത്തണമൊന്നുമില്ല. പണ്ട് പനിച്ചതും അമ്മ എടുത്തുകൊണ്ട് അപ്പടിയോരോന്ന് കേറി കിതച്ച് ഈ അവിടത്തെ കോണി മുഴുവൻ കേറിയാണ് അമ്മ മോനെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയത്. എന്നിട്ട് ചെന്നപ്പോ എന്തായി? നല്ല പനിയുണ്ട്, അതുകൊണ്ട് ഇഞ്ചക്ഷൻ കൊടുത്തു. അപ്പൊ ആ സൂചിപ്രയോഗത്തിന്റെ നീറ്റൽ മനസ്സിലൂടെ കടന്നുപോയി എന്ന് പറഞ്ഞ എന്താണ്? സൂചി കുത്തിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു, കുട്ടിയായിരുന്നപ്പോ ഉണ്ടായത്. പക്ഷെ അതിനേക്കാളേറെ അമ്മയെ ഉപേക്ഷിക്കുക, അമ്മയുടെ ആ സ്നേഹം മനസ്സിലൂടെ കടന്നു പോവാണ്. തന്നെ എങ്ങനെയാണ് അമ്മ നോക്കി വളർത്തിയത്, ആ അമ്മയാണ് ഉപേക്ഷിക്കാൻ കൊണ്ടുപോയത്. അപ്പൊ ഒരു സൂചി കൊണ്ട് കുത്തുന്നത് പോലുള്ള ഒരു വേദന ഹൃദയത്തിലാണ് ഉണ്ടായത്. ശരിക്കും പറഞ്ഞ ഈ അമ്മയെയാണല്ലോ ഞാൻ ഉപേക്ഷിക്കാൻ കൊണ്ട് നടക്കുന്നത്, ഗതികേട് അല്ലേ. അപ്പൊ അങ്ങനെ മനസ്സിലൂടെ ഒരു സൂചി കുത്തി ഇറക്കുന്ന പോലെ ഒരു വേദന ഇങ്ങനെ പാഞ്ഞു പോവാണ്. പറ്റണില്ല ഉപേക്ഷിക്കാനായിട്ടൊന്നും. പിന്നെയും അപ്പൊ അവിടെ ഇറക്കി വിട്ടില്ല, മുന്നോട്ട് തന്നെ വണ്ടി പോവാണ്. വെട്ടമില്ല, ആളില്ല, രാത്രിയാണ് അല്ലേ. വെളിച്ചൊന്നുമില്ല, ആൾക്കാരൊന്നുമില്ല വഴിയില്. ഇനി എവിടേക്കാത്തിയത് നോക്കൂ. കുട്ടിയേകാന്തത കണ്ണുപൊത്തിക്കളിക്കുന്ന വിദ്യാലയമുറ്റമുണ്ടൊന്നിനി. കുട്ടിയേകാന്തത കണ്ണുപൊത്തിക്കളിക്കുന്ന വിദ്യാലയമുറ്റം. രാത്രിയാണ്, സ്കൂളിൽ ആരെങ്കിലും ഉണ്ടാവുമോ?
ഇല്ല, ഒക്കെ അടച്ചു പൂട്ടി. പകലോ, ഇപ്പൊ പകലും രാത്രി ഒരുപോലെയാ അല്ലെ. ഇപ്പൊ എപ്പോഴും കുട്ടി ഏകാന്തതയാണ്. കണ്ണുപൊത്തി കളിക്കുന്ന വിദ്യാലയമുറ്റാണ്. സ്കൂളും മുറ്റൊക്കെ ശൂന്യമായി കിടക്കുകയാണ്. നിങ്ങളുടെ കാൽപാദം പാദസരമൊക്കെ ഇട്ട് നിങ്ങളുടെ കൊച്ചു കാൽപാദങ്ങള് എല്ലാ കുട്ടികളും ഉണ്ടല്ലോ, അവരുടെയൊക്കെ കാൽപാദം പതിയാതെ, ആ ശബ്ദം, ആ സ്പർശം ഏൽക്കാതെ, എന്താ പറയാ, ശരിക്ക് ശ്രീരാമനെ കാത്തു കിടക്കണ അഹല്യെ പോലെയാണ് ഇപ്പൊ വിദ്യാലയങ്ങളൊക്കെ. ശാപമോക്ഷം കിട്ടാനായിട്ട് കിടക്കാണ്. കുട്ടികളുടെ കളിചിരികളാണ് വിദ്യാലയത്തിന്റെ ജീവൻ, തുടിപ്പ് എന്നൊക്കെ പറയും. അപ്പൊ എന്തായാലും കുട്ടിയേകാന്തത, കണ്ണുപൊത്തിക്കളിക്കുന്ന വിദ്യാലയമുറ്റം. കണ്ണുപൊത്തിക്കളിക്കുക അല്ലേ. ഇവിടെ ഏകാന്തതയാണ്, കുട്ടികളില്ലാത്ത ആ ഒരു നിശബ്ദമായ ഇരുട്ട് നിറഞ്ഞ അവസ്ഥ. അവിടെ കൊണ്ട് അവിടെ നിന്ന് ആരും ഉണ്ടാവില്ലല്ലോ, രാത്രിയല്ലേ, എന്നാ ഇവിടെ ഇറക്കി വിട്ടാലോ എന്ന് വിചാരിക്കുകയാണ്. അപ്പോഴാണ് ഒരു ഓർമ്മ വന്നത്. എന്താ ഓർമ്മ വന്നേ? എല്ലാം ഓർമ്മകളാണ്. നോക്കൂ, അമ്മ എന്ന് പറയുന്നത് ജീവിതത്തിൽ ഓരോന്നിലും അമ്മയുടെ സ്പർശമുണ്ട്, വാത്സല്യമുണ്ട്, സ്നേഹമുണ്ട്, ശാസനയുണ്ട്, ലാളനയുണ്ട് അല്ലേ, കരുതലുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ അതില്ലാത്ത ഒരു ഭാവം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഭാഗം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ എന്താ ഓർത്തത്? പണ്ട് വിദ്യാലയത്തില് പോയത് കുട്ടിയായിരുന്നപ്പോ പൊട്ടിക്കരഞ്ഞും ഷഠിച്ചും കുതറിയും എത്തിയതും ഉച്ചയാവോളം അമ്മയാ ചുറ്റുമതിലിൻ പുറത്തന്നു നിന്നതും ചങ്കിൽ കരച്ചിൽ കുരുങ്ങിപ്പിടഞ്ഞതും പിച്ചിയതാര് കരിഞ്ഞൊരിക്കൈകളോ പെട്ടെന്നു വാഹനം മുന്നോട്ടു പോകുകയായി. എന്താ പറയുന്നത്? കുട്ടികളെ ഇന്ന് പത്രയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ചില കുട്ടികൾക്കൊക്കെ വാശി ഉണ്ടാവുള്ളൂ. പണ്ടൊക്കെ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോ എങ്ങനെയാന്ന് വെച്ചാൽ ആദ്യമായിട്ട് 1ാം ക്ലാസ്സിലാണ്. ചെറിയ നഴ്സറി പോക്കോ, LKG UKG അതൊക്കെ വളരെ വിരളാണ്. പ്രീ സ്കൂള് അതൊന്നും ഇല്ല. നേരിട്ട് 1ലാ കൊണ്ട് ചേർത്ത് 5 വയസ്സാവുമ്പോ. അപ്പൊ ഈ 5 വയസ്സിൽ കൊണ്ട് ചേർത്തുമ്പോ ആദ്യമായിട്ടാണ് ഈ ഒരു അന്തരീക്ഷം കാണുന്നത്. അതുവരെ വീട്ടില് കളിച്ച് യാതൊരു നിർബന്ധങ്ങളും ഇല്ലാണ്ട് കളിച്ച് നടന്ന കുട്ടിയെ പെട്ടെന്ന് കൊണ്ട് അങ്ങനെ ആക്കുമ്പോ കുട്ടിയുടെ അപ്പൊ പിന്നെ അതല്ല, അവിടെ ചെല്ലുമ്പോ എല്ലാവരും ഇങ്ങനെയാണ്. കരച്ചില്, ഓടിപ്പോക്ക്, ബഹളമായ. സ്കൂള് തുറക്കുന്ന ഇന്നിപ്പോ ഉത്സവമാണല്ലോ, പ്രവേശന ഉത്സവം എന്നാ നമ്മൾ പറയാ അല്ലെ. സ്കൂള് തുറക്കണേന് പണ്ടൊന്നല്ല, ഒരു യുദ്ധക്കളം പോലെയാണ് പലപ്പോഴും. കരഞ്ഞ് പിഴിഞ്ഞ് ഓടിപ്പോവും ക്ലാസ്സിൽ നിന്നൊക്കെ. ടീച്ചർമാരെ എന്ന് പറഞ്ഞാൽ ഏതോ വലിയ രാക്ഷസികളാണ് മട്ടിലാണ് നോക്കുക. നമ്മളെ പിടിച്ചു വെച്ചിരിക്കുന്ന ആരോ ആണ് അവര്. പിന്നീടാണ് ആ ടീച്ചറെ ഇഷ്ടാവുക. ഇരുന്ന് ശീലമായി. ടീച്ചർമാരെ എന്ത് പാടുപെടും. ഓരോ ടീച്ചർമാരെ 1ാം ക്ലാസ്സിലെ ടീച്ചർമാരെയൊക്കെ പണ്ട് സമ്മതിക്കണം. കാരണം ഇതിന്ന് ഒരെണ്ണം ഓടിപ്പോയാലോ അല്ല അപകടം ഒപ്പിച്ചാലൊക്കെ എന്ത് വിഷമ. അവരെ ഒരു തങ്ങളുടെ വരുതിയിലാക്കാൻ തന്നെ എത്രയോ ദിവസം പിടിക്കും. കുട്ടികളെ പണ്ട് കാലം 5 വയസ്സോ ഒക്കെയുള്ള കുട്ടിക്ക് അന്നത്തെ കാലത്ത് ഇതിനെക്കുറിച്ച്, ഇന്നിപ്പോ നമുക്ക് പല മേഖലകളിലും മാധ്യമങ്ങളിലും ഒക്കെ കണ്ടും അറിഞ്ഞും കുട്ടികളും അങ്ങനെയാണ്. ഇത്തിരി ഓർമ്മ വയ്ക്കുമ്പോഴേക്കും മൊബൈലും എല്ലാം പ്രവർത്തിപ്പിക്കാനും അല്ലെങ്കിൽ അതിന്റെ രീതികളൊക്കെ മനസ്സിലാക്കിയും കൊണ്ടാണ് അവര് കടന്നു വരുന്നത്. അതിന്റെ ഒരു കാലഘട്ടത്തിന്റെ മാറ്റമുണ്ട്. അപ്പോ എന്താണ് ഇവിടെ അമ്മ കരഞ്ഞ് പൊട്ടിക്കരഞ്ഞും ഷഠിച്ചും, അമ്മയല്ല കരഞ്ഞത്, പൊട്ടിക്കരഞ്ഞും ഷഠിച്ചും കുതറിയും കൈ പിടിച്ച് വലിക്കും. പിന്നാക്കം ഞാൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്നാക്കം പിടിച്ചു വലിക്കും. അപ്പൊ അമ്മ ഇങ്ങോട്ട് പിടിച്ചു വലിക്കും. അങ്ങനെയൊക്കെയാണ് പിന്നാക്കം. എനിക്ക് പോണ്ട സ്കൂളില് എന്നൊക്കെ പറഞ്ഞ് ബഹളമയായിരിക്കും, കരച്ചിലും പിടിച്ചലും ഒക്കെ ആയിട്ട്. അങ്ങനെ ക്ലാസ്സിൽ കൊണ്ടിരുത്തിയ നോട്ടം മുഴുവൻ പുറത്തേക്ക്. കുട്ടികളുടെ വിചാരം അമ്മ ഉപേക്ഷിച്ച് പോവാണെന്നാണ് കുട്ടികളുടെ വിചാരം. അവിടെ ആക്കി പോകുമ്പോ പണ്ടൊക്കെ പല കുട്ടികളുടെ ഒരു ചിന്ത അങ്ങനെയാണ്. അമ്മ ഇവിടെ ഇനി അമ്മ ഉണ്ടാവില്ല എന്നെ കൊണ്ടുപോവാൻ എന്നൊക്കെയുള്ള ഒരു ധാരണയാണ്. അവർക്ക് അറിയില്ലല്ലോ. കുട്ടിയെ എന്താണ് പറഞ്ഞത്? അപ്പൊ അമ്മ എന്ത് ചെയ്യും?
പുറത്ത് മതിലിന്റെ അവിടെ കുട്ടി കരയണത് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പൊ അമ്മ മതിലിൽ പോവില്ല, അവിടെ പുറത്ത് കാവല് നിൽക്കും. കുട്ടി കരയുണ്ടോ, വല്ല വയ്യായുണ്ടോ അല്ലേ, അങ്ങനെയൊക്കെയുള്ള ചിന്തകളോട് കൂടിയിട്ട് ചങ്കിൽ കരച്ചിൽ. അപ്പൊ ഇങ്ങനെ സങ്കടം, അമ്മയെ കാണണം, അമ്മയുടെ അടുത്തേക്ക് പോകണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം ഉണ്ട്. നോക്കുമ്പോ ടീച്ചർ അവിടെ നിൽക്കുന്നു എൻ്റെ അമ്മയെ, അപ്പൊ പേടിയായി അല്ലെ. ആ ഒരു ഇരിപ്പുണ്ട് അല്ലെ. കുറച്ചുനാൾ കുറെ കഴിയുമ്പോഴേക്കും കൂട്ടുകാരൊക്കെ ആയി രസമായിട്ട് കളിച്ചു നടക്കും. പക്ഷെ ആ തുടക്കത്തിലുള്ള അമ്മയെ വേർപ്പെടുമ്പോഴുള്ള ഒരു സങ്കടം ഉണ്ടല്ലോ, അമ്മയുടെ അടുത്ത് പറിച്ചെടുക്കുന്നത് പോലുള്ള ഒരു വേദനയുണ്ട്. അതാണ് കൊച്ചുകുട്ടികളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ പെട്ടെന്നൊരു പിച്ച് കിട്ടിയ പോലെ ഒരു വേദന. സ്കൂൾ കുട്ടികൾ തമ്മിലൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടെ പിച്ചത് എന്താണ്? പിച്ചിയതാര്? കരിഞ്ഞൊരിക്കൈകൾ. ആ അമ്മയുടെ ഓർമ്മകളാണ് വേദനിപ്പിച്ചത്, അല്ലെങ്കിൽ ആ ചിന്തകളാണ് ഇവിടെ ആ ഒരു പെട്ടെന്ന് നമ്മളെ പിച്ചുന്നത് പോലെയുള്ള വേദന ഉണ്ടാക്കിയത്. പിച്ചിയതാരെ? കരിഞ്ഞൊരിക്കൈകളോ. പെട്ടെന്ന് വാഹനം മുന്നോട്ട് പോകയായി. പക്ഷെ അവിടെ ഉപേക്ഷിക്കാൻ കഴിഞ്ഞില്ല, സാധിച്ചില്ല, മുന്നോട്ട് തന്നെ. അപ്പോ അവിടെയും ഉപേക്ഷിക്കാൻ കഴിഞ്ഞില്ല അല്ലേ. എങ്ങിനിക്കൊണ്ടിറക്കേണ്ടു സ്വയം ബുദ്ധി കെട്ട് കരിന്തിരിയാളും വരെയവർ ഒന്നെന്നെ കൊണ്ടുപോയിടേണമെന്നുള്ള ശല്യപ്പെടുത്തൽ പ്രതിഷ്ഠിച്ച കോവിലിൽ. അമ്മ ആഗ്രഹങ്ങൾ ആകെ ഒരു ആഗ്രഹം പറയാറുണ്ട്, എന്നെ ഒന്ന് അമ്പലത്തിൽ കൊണ്ടുപോ നീ എന്ന് ചോദിക്കാറുണ്ട്. ഇനി എവിടെ കൊണ്ടിറക്കണ്ടേന്ന് ആലോചിക്ക. മോള് കഴിഞ്ഞു, വിദ്യാലയം കഴിഞ്ഞു, ആശുപത്രി, പല സ്ഥലങ്ങളും പിന്നീട് അവിടെയൊക്കെ അമ്മയെയും മകനെയും ബന്ധിപ്പിക്കുന്ന കുറെ ഓർമ്മകളുണ്ട്. അപ്പൊ അവിടെ ഒന്നും അമ്മയുടെ സ്നേഹത്തെ തട്ടിക്കളയാനായിട്ട് അയാൾക്ക് കഴിയുന്നില്ല മകന്. അങ്ങനെ ഈ ഒരു ചിന്ത വന്നു. ക്ഷേത്ര പരിസരം സ്വയം ബുദ്ധി കെട്ട്. വയസ്സാവുമ്പോ ഓർമ്മയൊക്കെ പോവില്ലേ, ഓർമ്മയൊക്കെ ശരിക്കും ഓർമ്മയൊന്നും ഉണ്ടാവില്ല. കരിന്തിരിയാള് എന്ന് പറഞ്ഞ എന്താണ്? എണ്ണ വറ്റി തിരി കത്തിത്തീരുമ്പോഴാ കരിഞ്ഞിങ്ങനെ പോണേനെയാണ് കരിന്തിരി കത്തുക എന്ന് പറയാം. വിളക്കിലെ എണ്ണയൊഴിച്ച് തിരിയിട്ട് നമ്മൾ കത്തിക്കുമ്പോൾ അത് തെളിഞ്ഞ് പ്രകാശിച്ച് കത്തും. ആ വെളിച്ചം അത് മറ്റുള്ളവർക്ക് കിട്ടും. അങ്ങനെ ആ വെളിച്ചം മുഴുവൻ കിട്ടി നമ്മൾ ഉപയോഗപ്പെടുത്തി കഴിയുമ്പോഴാണ്, എണ്ണ വറ്റി തീരുമ്പോഴാണ് വിളക്ക് കരിന്തിരി കത്തുന്നത്. ഇവിടെ അമ്മ കരിന്തിരി കത്തി തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് കാരണം? മറ്റുള്ളവർക്ക് വേണ്ടി ജ്വലിച്ച് തന്റെ മകന് വേണ്ടി ജീവിതം മുഴുവൻ പ്രകാശം കൊടുത്ത് സ്വയം അവർ കരിന്തിരി പോലെയാണ്. അങ്ങനെ അവിടെ സ്വയം ബുദ്ധി കെട്ട്. ശരിക്കും പറഞ്ഞാൽ മകനാണ് ഇവിടെ സ്വയം ബുദ്ധി കെട്ട് നടക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താ? സൽബുദ്ധി ഉണ്ടെങ്കിൽ അമ്മയെ ഉപേക്ഷിക്കില്ല. അമ്മയുടെ സ്നേഹം തിരിച്ചറിഞ്ഞാണ് ഇവിടെ സ്വയം ബുദ്ധി കെട്ട്. അതുകൊണ്ടാണല്ലോ തന്നെ പ്രസവിച്ച അമ്മയെ ഉപേക്ഷിക്കാനായിട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ ഇവിടെ എന്താണ്? കരിന്തിരിയാളും വരെ അവർ ഒന്നെന്നെ കൊണ്ടുപോയിടേണമെന്നുള്ള ശല്യപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ വളരെ ഉപദ്രവിക്കൊന്നുമല്ല, ഒന്ന് കൊണ്ടുപോകണം, എനിക്ക് അന്ന് അമ്പലത്തിൽ പോകണം എന്നുള്ള ഒരു ആഗ്രഹം. വലിയ ആഗ്രഹങ്ങളൊന്നുമല്ല. 10 പവന്റെ മാല വേണമെന്നോ ഒന്നുമല്ല അമ്മ പറയുന്നത്. അമ്മ എന്നെ ഒന്ന് അമ്പലത്തിൽ കൊണ്ടുപോകുന്നാണ് ചോദിക്കുന്നത്. പ്രതിഷ്ഠിച്ച കോവിലിൽ. പ്രതിഷ്ഠിച്ച കോവിൽ എന്താണ്? ഇവിടെ പ്രതിഷ്ഠിച്ച കോവിൽ തങ്ങളെ ജന്മം നൽകിയ അമ്മയാണ് അല്ലേ. അവിടേക്കാണ്, അങ്ങനെയുള്ള അമ്മയെയാണ് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ അവിടെ ചെല്ലാണ്. ആരാണ് മുന്നിൽ? പുറത്തേക്ക് അശാന്തനായി ഈശ്വരൻ കാറ്റൊന്നു കൊള്ളാനിറങ്ങിയോ. ഈശ്വരൻ അശാന്തനായി കാറ്റുകൊള്ളാനിറങ്ങിയോ. അതെന്താ അങ്ങനെ പറയണത്? ഈശ്വരൻ എന്തുകൊണ്ടാ അശാന്തനായത്? അമ്മ, നമ്മൾ പറയും മാതാപിതാ ഗുരു ദൈവം എന്നൊക്കെ പറയൂ അല്ലെ. അമ്മ ദൈവത്തിന് തുല്യമാണ്, ഈശ്വരന് തുല്യമാണ്. ഇവിടെ ആ ഈശ്വരനെ തന്നെയാണ്, അല്ലെങ്കിൽ ആ ദൈവത്തെ തന്നെയാണ് ഉപേക്ഷിക്കാനായിട്ട് വേണ്ട എന്ന് പറഞ്ഞ് തള്ളാൻ കൊണ്ടുപോകുന്നത്.
അപ്പൊ തന്റെ മുന്നിലുള്ള നന്മകളൊന്നും കാണുന്നില്ല, ഇത്തരത്തിലുള്ള തിന്മകളാണ് കാണുന്നത്, വേദനിപ്പിക്കുന്ന കാഴ്ചകൾ. അതുകൊണ്ടാണ് ഒരു തരത്തിൽ ഈശ്വരനും അശാന്തനായി മാറിയത്. സമാധാനമില്ലാത്ത ഒരു ചുറ്റുപാട്. ഏറെ തണുക്കുന്നു ചില്ലുയർത്തുമ്പോൾ ഓർത്തു. അപ്പൊക്കും തണുത്ത കാറ്റടിക്കുകയാണ്. അപ്പൊ ചില്ലൊക്കെ ഉയർത്തി. അപ്പോഴാണ് തണുപ്പ് വന്നപ്പോഴാണ്, തണുപ്പ് മാറ്റാനാണ് കാറിന്റെ ചില്ല് പൊക്കിയിട്ടത്. അപ്പോ ഒരു ഓർമ്മ വരികയാണ്. കരിമ്പടം. നല്ല തണുപ്പുണ്ടെങ്കിൽ ചൂട്, കരിമ്പടട്ട എന്താണ്? ചൂടാണ്. ഇവിടെ കരിമ്പടം എന്താ നോക്കൂട്ടാ. അമ്മ വയറ്റത്ത് പറ്റിക്കിടക്കുന്ന ചൂട്. അമ്മയെ കെട്ടിപ്പിടിച്ച് കിടക്കുക. അമ്മയുടെ വയറിലെ മുഖമർത്ത്. ഇപ്പൊ അമ്മമാരുടെ വയറുമ്പോ മുഖമർത്താൻ സുഖം കിട്ടില്ല. കാരണം നൈറ്റി, ചുരിദാറ്, കുർത്ത ഇതൊക്കെയല്ലേ ഇടുക. പണ്ട് അമ്മമാരങ്ങനെയല്ല. പണ്ട് ഒന്നുക സാരി, മുണ്ട്. പണ്ട് മുമ്പൊക്കെ കുറെ കൊല്ലം മുമ്പൊക്കെ എങ്ങനെയാ വെച്ചാൽ മുണ്ടും ബ്ലൗസേ ഉള്ളൂ. വേഷമൊക്കെ നമ്മുടെ അവിടെയുള്ള സ്ത്രീകളെല്ലാവരും പൊതുവെ എല്ലാ ദിക്കിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ നല്ല സുഖം വയറുമ്പോ അതിന് മുഖമർത്താം അല്ലേ. അമ്മമാരുടെ വയറുമ്പോ അങ്ങനെ ചേർന്ന് കെട്ടിപ്പിടിച്ച് അങ്ങനെ നിൽക്കുമ്പോഴുള്ള ഒരു സുഖം അല്ലേ. അപ്പൊ അമ്മ വയറ്റത്ത് പറ്റിക്കിടക്കുന്ന ചൂട്, മുഷിവുമായി കച്ചെണ്ണ ചേരുന്ന ഗന്ധം. ആ പണിയൊക്കെ എടുത്ത്, അടുക്കളയിൽ പണിയൊക്കെ എടുത്ത് വസ്ത്രമൊക്കെ അല്പം മുഷിഞ്ഞിട്ടൊക്കെ ഉണ്ടാവും, പൊടിയും കരിയൊക്കെ പറ്റിയിട്ടുണ്ടാവും. തലയിൽ തേച്ച എണ്ണയുടെ മണം അമ്മയ്ക്കുണ്ട്. പുലർച്ചയിൽ ഓലക്കൊടികൾ പുകയുന്നതിൻ മണം. ഓലക്കൊടി കത്തിക്കുക എന്ന് പറയും. തീ പിടിപ്പിക്കാനായിട്ട് ഓല ചീന്തി ഉണക്കി കെട്ടിവെക്കും പണ്ട് കാലത്തൊക്കെ, അടുപ്പ് കത്തിക്കാനായിട്ട്, വേഗം കത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് പുകയും നനവൊക്കെ ഉണ്ടാവും. മഴക്കാലൊക്കെ ആവുമ്പോ എങ്ങനെ കെട്ടി വെച്ചാൽ അതിനൊരു ഈർപ്പുണ്ടാവും. അപ്പൊ അതിന്റെ ഒരു മണമുണ്ട് വീടിന്റെ ഉള്ളിൽ. അതൊക്കെ ഒരു ഗൃഹാതുരത്വം നൽകുന്ന മണങ്ങളാണ്, ചില ഗന്ധങ്ങളാണ്. തൻ്റെ ബാല്യത്തിന്റെ ഓർമ്മകളാണ് അവിടെ പകരുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ അമ്മയുടെ വാത്സല്യം പല തരത്തിലാണ് അനുഭവിച്ചിട്ടുള്ളത്. കച്ചെണ്ണയുടെ മണത്തിലും അതുപോലെ ഈ പുകയുടെ ആ ഒരു മണത്തിൽ, എല്ലാത്തിലും അമ്മയുടെ സ്നേഹവും വാത്സല്യവും ഒളിഞ്ഞിരിക്കും. ഇനി അടുത്തൊരു വാചകം വരി കേട്ടോളൂ കേട്ടോ. ഒന്നിനും കൊള്ളരുതാത്തവൻ എന്ന് അവൾ ഇന്നും പഴി പറഞ്ഞേക്കും. മടങ്ങാതെ വയ്യ, തലയ്ക്കകത്തെന്തോ പെരുക്കുന്നു. എന്താണ്? ഒന്നിനും കൊള്ളരുതാത്തവൻ എന്ന് അവൾ പഴി പറഞ്ഞേക്കാം. പഴി പറയാൻ കുറ്റം പറയാം. ഇന്നും അവള് പറയും, അയ്യോ നിങ്ങൾ എന്ത് മനുഷ്യനാ, ഇങ്ങനെ ഒരു ഒന്നിനും കൊള്ളാത്ത ഒരുത്തനായല്ലോ എന്ന് അവള് ചോദിക്കുമായിരുന്നു. അവളെന്ന് ഇവിടെ ആരെയാ ഉദ്ദേശിക്കുന്നത്? ഭാര്യയാണ് അല്ലെ, വേറെ ആരും. അപ്പൊ ഇന്നും പറഞ്ഞേക്കാം. അപ്പൊ മുൻപും പറഞ്ഞിട്ടുണ്ടായിരിക്കാം കൊണ്ട് ഉപേക്ഷിക്കേണ്ട കാര്യം. ഇന്നും ഞാൻ അമ്മയെ ഉപേക്ഷിക്കുന്നില്ല, എനിക്കതിന് സാധിക്കില്ല. അപ്പൊ ഇന്നും അവൾ എന്നെ കുറ്റപ്പെടുത്തും. നമ്മൾ പലപ്പോഴും പേപ്പറിലൊക്കെ കണ്ടില്ലേ, ഗുരുവായൂർ നടക്കേ ഉപേക്ഷിച്ചു വയസ്സായ സ്ത്രീകൾ പലതിക്കും. കാര്യം അവര് മുൻപ് എന്താണോ കാണിച്ചത് അറിയില്ല. ചിലപ്പോ അവരും തങ്ങളുടേതായ ആരോഗ്യമുള്ള സമയത്ത് വഴക്കോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുക. എങ്കിലും ഒരാളെ കൊണ്ട് കളയുക, അതൊരു വല്ലാത്ത ഒരു അവസ്ഥയാണ്. ആരോഗ്യം ക്ഷയിക്കും. ആരോഗ്യം ഉള്ളപ്പോ ആരും നോക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ആരോഗ്യം ക്ഷയിക്കുന്ന സമയത്ത്, മറ്റൊരാൾ താങ്ങും തണലുമായിട്ട് വേണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് ഉപേക്ഷിക്കപ്പെടുമ്പോഴുള്ള ഒരു അരക്ഷിതാവസ്ഥയുണ്ട്. അതൊരു വല്ലാത്ത വിഷമം പിടിച്ച അവസ്ഥയാണ്. ഒന്നിനും കൊള്ളരുതാത്തവനെന്ന് അവൾ പഴി പറഞ്ഞേക്കും. മടങ്ങാതെ വയ്യ, തലയ്ക്കകത്തെന്തോ പെരുക്കുന്നു. അസ്വസ്ഥത. അമ്മയുടെ സ്നേഹത്തിനും ഭാര്യയുടെ പഴിപറച്ചലിനും ഇടയിൽ പെട്ടിട്ടുള്ള ആ ഒരു മാനസികാവസ്ഥയുണ്ട്. സംഘർഷഭരിതമായ ഒരു മനസ്സ്. മെല്ലെ തിരിഞ്ഞൊന്നു നോക്കി, പിറകിലെ സീറ്റിലുണ്ടമ്മ വലത്തോട്ട് പൂർണ്ണമായി ചാഞ്ഞ് മടങ്ങി മയങ്ങി കിടക്കുന്നു. അമ്മ ഒന്ന് തിരിഞ്ഞു നോക്കണം. അപ്പൊ അമ്മ ഇങ്ങനെ ചെരിഞ്ഞ്
ഒരു ഭാഗം വെച്ച് മയങ്ങിക്കിടക്കുകയാണ്. പീളയടിഞ്ഞ നിറം പോയ കണ്ണുകൾ എന്തേ അടയ്ക്കാതെ വെച്ചമ്മ നിർദ്ദയം. അത്രേ പറയുന്നു. കണ്ണുകൾ അടച്ചിട്ടില്ല. അപ്പോഴും മകനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ മരിച്ചു എന്നോ ഇല്ല എന്നോ പറയുന്നില്ല. അത് നമ്മളുടെ നമ്മളാണത് ഒരു ഇതിലെത്തുന്നത്, തീരുമാനത്തിൽ. വായനക്കാര് നമ്മൾക്ക് ആ അമ്മ മരിച്ചു എന്ന് ചിന്തിക്കാം. ഒരുപക്ഷെ വീണ്ടും ഇങ്ങനെ ഉപേക്ഷിക്കപ്പെടാനോ ദുരിതമനുഭവിക്കാനാണല്ലോ തിരിച്ചു കൊണ്ടുപോകേണ്ടി വരിക. അപ്പൊ അതുകൊണ്ട് മകനെ നോക്കി വളർത്താൻ വേണ്ടി ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വളച്ച അമ്മയുടെ കണ്ണുകൾ അപ്പോഴും ആ മകനെ തന്നെ നോക്കിയിരിക്കുന്നു. അങ്ങനെയാണ് ആ കണ്ണുകൾക്ക് അധ്വാനിച്ചിട്ടും മകന് വേണ്ടിയും ജീവിച്ചിട്ടുമാണ് ആരോഗ്യം ക്ഷയിച്ചത്. ഇപ്പൊ അപ്പോഴും അമ്മ മകനെ നോക്കിയും കൊണ്ടാണ് ഇരിക്കുന്നത്. എന്തേ അടയ്ക്കാതെ വെച്ചമ്മ നിർദ്ദയം. അപ്പോ അമ്മയുടെ പരിഭവമില്ലാത്ത, പരാതികളില്ലാത്ത അമ്മയുടെ വാത്സല്യവും സ്നേഹവും, ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാത്ത വാത്സല്യം, ഒന്നും തിരിച്ച് കിട്ടണം എന്ന് ചിന്തിക്കാതെ, ഒരു സ്വാർത്ഥ ലാഭവുമില്ലാതെ സ്നേഹിക്കുന്ന ഒരേ ഒരു വ്യക്തി ജീവിതത്തിൽ അമ്മയായി. അപ്പൊ മാതൃത്വത്തിന്റെ മഹനീയമായ ഒരവസ്ഥ, ദയനീയമായ ഒരവസ്ഥ എല്ലാം ഇവിടെ കാണിക്കുന്നു. മനുഷ്യന്റെ ജീവിതത്തിലെ പലതരത്തിലുള്ള സംഘർഷങ്ങള്, അല്ലെ, പല ഭാവത്തിൽ സ്ത്രീകളുടെ ഭാര്യ എന്നുള്ളൊരു സ്ത്രീയുടെ ഭാവമാണ് അമ്മ എന്ന് പറയുന്നത്. ഇതിന്റെയൊക്കെ ഇടയിൽ പെടുമ്പോഴുള്ള കുടുംബത്തിന്റെ സംഘർഷങ്ങള് എല്ലാം ഇതിൽ കടന്നു വരുന്നുണ്ട് ശരിക്കും പറഞ്ഞു. അപ്പൊ അമ്മത്തൊട്ടിൽ എന്ന് പറയുന്ന കവിത, അതിന്റെ ആശയമാണ് ഇപ്പൊ പറഞ്ഞത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. കുറെ പ്രധാനപ്പെട്ട പോയിന്റ്സ്. ഒന്ന്, മങ്ങിപ്പഴകിയ പിഞ്ഞാണ വർണ്ണം എന്നുള്ളത്, പെറ്റുകിടക്കും തെരുവുപട്ടിക്കു എന്തൊരു കുറ്റം എന്നുള്ളത്, അങ്ങനെയുള്ള ചില പ്രയോഗങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്, പരീക്ഷയ്ക്കൊക്കെ വരാറുള്ളതാണ്. അപ്പോ അതൊക്കെ, പിന്നെ പിച്ചിയതാര് എന്നുള്ള ആ വരികള്, ഇങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ലോണം ശ്രദ്ധിച്ച് കവിത നല്ലോണം ചൊല്ലി നോക്കുക, ആശയം മനസ്സിലാക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ കുറച്ച് പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് പറയാം. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. നന്ദി.